ബി പോസിറ്റീവ് പരിപാടിയിലേക്ക് വളരെ സന്തോഷത്തോടുകൂടി ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ പരീക്ഷയൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ വിദ്യാർത്ഥികൾ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ തയ്യാറെടുപ്പിൽ പല വിദ്യാർത്ഥികളും പരീക്ഷയെ ഭയക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയോടുള്ള ഒരു പേടി വളരെ അധികമായിട്ട് ഇന്ന് വർദ്ധിച്ചു വരികയാണ്. അതുകൊണ്ട് ഇന്നത്തെ ചർച്ചയ്ക്ക് നമ്മൾ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വിഷയം എക്സാം ഫിയർ, അല്ലെങ്കിൽ പരീക്ഷയോടുള്ള ഭയം എന്നുള്ള വിഷയമാത്രേ. ഈ വിഷയത്തിൽ നമ്മുടെ ചർച്ചയ്ക്ക് നമ്മെ സഹായിപ്പാൻ തക്കവണ്ണം നമ്മുടെ മധ്യയുള്ള വിശിഷ്ട അതിഥിയെ ഒന്ന് സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന റോബിൻ സാർ നമ്മോടൊപ്പം ഉണ്ട്. സാറിനെ വളരെ സന്തോഷത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുവാനായിട്ട് വന്നിരിക്കുന്നത്. ഏവരെയും വളരെ സന്തോഷത്തോടു കൂടെ സ്വാഗതം ചെയ്യുന്നു. പരീക്ഷയൊക്കെ അടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് എന്നാണ് ഞാൻ അനുമാനിക്കുന്നത്. പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് പല ചിന്തകളൊക്കെ കടന്നു വരാം. ആ ചിന്തകൾക്കനുസരിച്ചുള്ള പല അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടാകാം. അപ്പോൾ പരീക്ഷ അടുത്ത് വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്ന ചിന്തകൾ അതെന്താകുന്നു എന്നുള്ളത് നമുക്ക് പൊതുവെ ഒന്ന് മനസ്സിലാക്കിയാൽ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പരീക്ഷയുടെ ദിവസം അടുത്തു വരുന്നു എന്നുള്ള ചിന്ത നിങ്ങളെ ഏത് മാനസികാവസ്ഥയിൽ എത്തിക്കുന്നതെന്നൊന്ന് പറയാമോ? പേടിയാവും. പേടിയാകുന്നു. എക്സാം വരുമ്പോൾ പേടിയാണോ? അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തോ എക്സാം വരുമ്പോൾ പേടിയാണെന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഉദ്ദേശിച്ചേ? ഓൾവേസ് എല്ലാം എക്സാമിന് ഇരിക്കുമ്പോൾ എല്ലാതും ഓർമ്മ വരുമോ, പഠിച്ചതൊക്കെ പഠിച്ചതൊക്കെ ഓർമ്മ വരുമോ എന്നുള്ളത്. വല്ലതും പഠിച്ചിട്ടുണ്ടോ ഇതുവരെ? പഠിച്ചിട്ടുണ്ട് അല്ലേ? ഞാൻ പഠിച്ചത് കുറച്ചാണെങ്കിലും അത് ഓർക്കുമോ എന്നുള്ള ഒരു ഭയമാണ് മനസ്സിൽ വരുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എക്സാമിനേഷൻ അടുക്കും തോറും പേടിയാണ്, പഠിച്ചത് ഓർക്കുമോ എന്നുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടെ പോകുന്നതെന്നാണ് പറഞ്ഞത്. ഇതുപോലെയുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ ഈ പേടി വർദ്ധിപ്പിക്കുവാൻ ഇടയാക്കുന്നുണ്ടോ? പഠിച്ചത് ഓർക്കുമോ എന്നുള്ളൊരു ഭയം ഇദ്ദേഹത്തിന് എന്തുവാ മനസ്സിലുള്ളതെന്ന് പറയാമോ? എക്സാം കഴിയുമ്പോൾ എക്സാമിന് നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം ഹോളിലേക്ക് കടന്നാലും ആ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ഇതെനിക്ക് എഴുതാൻ പറ്റുമെന്ന് ഫസ്റ്റ് തന്നെ എനിക്കത് ഓർമ്മ കിട്ടാറുണ്ട്. ഫസ്റ്റ് എനിക്കത് എഴുതാൻ പറ്റും, എനിക്ക് ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നൊരു ഉറപ്പുണ്ടാവും. പക്ഷേ ക്വസ്റ്റ്യൻ എഴുതി കഴിയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അത് പകുതി വരെ എഴുതാം, പിന്നീട് എനിക്കത് എഴുതാൻ പറ്റാറില്ല. ഹോളിൽ നിന്ന് പുറത്തിട്ട് കഴിഞ്ഞാൽ വളരെ ഫ്രീ ആവും. പിന്നീട് ആ ക്വസ്റ്റ്യൻ ആൻസർ എങ്ങനെ പറയാൻ ശ്രമിച്ചാലും എനിക്കത് സാധിക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ഓരോ എക്സാമിനും എനിക്കിത് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, എത്ര പഠിച്ചാലും എനിക്ക് ആ എക്സാം മനോഹരമായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിൽ. അത് പൊതുവേ നേരത്തെ തന്നെ ആ ചിന്ത മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ട്. ഞാൻ പരീക്ഷയൊക്കെ എഴുതിയാൽ പകുതി വരെ നന്നായിട്ട് എഴുതും, അത് കഴിയുമ്പോൾ ഉഴപ്പി അങ്ങ് പോകും. സാധാരണ കണ്ടുവരുന്ന അതാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ പരീക്ഷ എഴുതുമ്പോൾ പകുതി മാത്രമേ എനിക്ക് എഴുതാൻ സാധിക്കത്തുള്ളല്ലോ, ബാക്കിയുള്ളത് ഭംഗിയാക്കാൻ ഒക്കുകയില്ലല്ലോ എന്നുള്ളൊരു ആശങ്കയാണ് ഇപ്പോൾ മനസ്സിലുള്ളതല്ലേ. അത് നമ്മളിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടാക്കുമെന്നാണ് സിസ്റ്റർ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. മറ്റെന്തെങ്കിലും കാരണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഈ ടെൻഷനോ ഭയമോ ഉണ്ടാക്കുന്നതുണ്ടോ? വേറെ ആരെങ്കിലും ഒന്ന് പറയാമോ? യെസ്, ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഭയം ഉണ്ടാക്കുന്ന കാരണം എന്താണെന്നൊന്ന് പറയാമോ? എല്ലാം പരീക്ഷയുടെ സമയമാകുമ്പോഴേക്കും പഠിച്ചു കഴിയോ എന്നൊരു പോർഷൻ എല്ലാം തീരുമോ എന്നുള്ളൊരു ആശങ്കയുണ്ട് മനസ്സിലല്ലേ. അപ്പം ഇതുവരെ പഠിച്ചിട്ടും ഇത് ഒരുപാട് ഇനിയും തീരാൻ കിടപ്പുണ്ട്, അത് മുഴുവനും തീരത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വല്ലാത്തൊരാശങ്ക നമ്മുടെ മനസ്സിൽ ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. അപ്പോൾ പല കാരണങ്ങളാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ ഭയം വർദ്ധിപ്പിക്കുന്നതിന് മുഖാന്തരമായി തീരുന്നത്. ഒന്ന്, ഞാൻ പഠിച്ചതൊക്കെ ഓർക്കുമോ എന്നുള്ള ഒരു ഭയം, അല്ലെ ഒരു ചിന്ത. ഇത് മുഴുവനും എനിക്ക് പഠിച്ച് തീർക്കാൻ ഒക്കുമോ എന്നുള്ള ഒരാശങ്ക. ഞാൻ എഴുതിയാൽ പകുതിയെ എനിക്ക് നന്നായിട്ട് എഴുതാൻ ഒക്കത്തുള്ളല്ലോ, ബാക്കി എഴുതാൻ ഒക്കുകയില്ലല്ലോ എന്നുള്ള ആശങ്ക. മറ്റു ചിലർക്കാണെന്ന് വരികിൽ
ഇതിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ആശങ്ക തുടങ്ങി. ഏതായാലും ഞാൻ ജയിക്കാൻ പോകുന്നില്ല, അപ്പോൾ ഈ പരീക്ഷ എഴുതി ഞാൻ തോക്കും എന്നുള്ളൊരു ചിന്ത മനസ്സിലോട്ട് വരുമ്പോൾ തന്നെ ഒരാശങ്ക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഭയം ഉണ്ടാക്കുന്ന പല കാരണങ്ങളാണെന്ന് നിങ്ങൾ പറഞ്ഞു. അപ്പോൾ പരീക്ഷ എന്ന് പറയുന്ന, എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് വെരി പവർഫുൾ അല്ലേ? നിങ്ങളെ ഭയപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള ശക്തി ഒരു പരീക്ഷയ്ക്കുമില്ല. നിങ്ങളെ പേടിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള ശക്തി ഒരു പരീക്ഷയ്ക്കുമില്ല. പക്ഷെ നിങ്ങളെ പേടിപ്പിക്കാനുള്ള ശക്തി ആർക്കുണ്ട്? നിങ്ങൾക്ക് തന്നെ ഉണ്ടല്ലേ. നിങ്ങളുടെ ഉള്ളിലാണ് ഈ ശക്തി ഇരിക്കുന്നത്. അപ്പോൾ ഈ ശക്തി ഉപയോഗിച്ച് നിങ്ങൾ നിങ്ങളെ തന്നെ പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ് നിങ്ങൾ പറഞ്ഞതിൽ നിന്ന്. ഞങ്ങൾക്ക് എക്സാം ഫിയർ അല്ലെ പരീക്ഷാ പേടി ഉണ്ടാക്കുന്നത് ഞങ്ങളുടെ തന്നെ ചിന്തയാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞത്. അങ്ങനെയാണെന്ന് വരികിൽ നമ്മുടെ ഈ ചിന്തയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മുടെ ഈ ഭയം അങ്ങ് മാറത്തില്ലേ? ഈ ചിന്തയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മുടെ പഠനത്തിന് പുരോഗമനം ഉണ്ടാകത്തില്ലേ? ഈ ചിന്തയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ നമ്മൾ ആത്മധൈര്യമുള്ളവരാകത്തില്ലേ? അതെങ്ങനെയാകുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് എനിക്ക് റോബിൻ സാറിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം. സാറേ, ഈ പരീക്ഷയൊക്കെ അടുക്കുമ്പോൾ ക്ലാസ്സിലെ കുട്ടികൾ ഇതുപോലെ ഭയത്തോടുകൂടെ വരുന്നതോ അല്ലെ ഭയപ്പാടിൽ പ്രവർത്തിക്കുന്ന അങ്ങനെയുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇന്ന് രാവിലെ തന്നെ ഞങ്ങളുടെ MSc ഫസ്റ്റ് ഇയർ ബാച്ചിലെ കുട്ടികൾ എന്നെ കണ്ടപ്പോൾ പറഞ്ഞത് 20-ാം തീയതിയാണ് അവരുടെ എക്സാം. ശരിക്കും ഇനഫ് ടൈം ഉണ്ട് അവർക്ക് പഠിച്ച് തീർക്കാനായിട്ട്. ഈവൻ ദെൻ അവരൊക്കെ ആകെ പെർപ്ലക്സ്, ആകെ സങ്കടത്തോടു കൂടി നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കാര്യം ഇതാണ്: ഞങ്ങൾക്ക് പരീക്ഷയെ ഓർക്കുമ്പോൾ തന്നെ പേടിയാണ്, പഠിച്ചു തീരുമോ എന്നാണ് അവരുടെ ഏറ്റവും വലിയ ഭയം. പഠിച്ചു തീരുമോ എന്നുള്ള ഭയത്തോടു കൂടി അവർ നിൽക്കുന്നു. അപ്പോൾ ഞാൻ അവരോട് ഒരു എക്സാമും കൂടെ എഴുതാനായിട്ട് ഞാൻ പറഞ്ഞു. ഞാൻ മനസ്സിലാക്കുക, ഒരു കാര്യത്തെ നമുക്ക് പേടിയുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ അതിനെ ഫേസ് ചെയ്യാനായിട്ട് ശ്രമിച്ചാൽ കുറേയും കൂടി ആ പേടിയിൽ നിന്ന് മാറാൻ പറ്റും. അപ്പോൾ അവരുടെ 2 ഇൻറ്റേർണൽസ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒരാഴ്ചയും കൂടെ പഠിച്ചിട്ട് ഒരു ഇൻറ്റേർണലും കൂടെ നിങ്ങൾ എക്സാം ഞങ്ങൾ ടീച്ചേഴ്സ് പ്രിപ്പയർ ചെയ്യും. ഒരു ഇൻറ്റേർണലും കൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ പേടി അങ്ങ് പോകും. അങ്ങനെ ഭയപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടെന്നാണ് സാറ് പറയുന്നത്. തീർച്ചയായിട്ടും. അവരെ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചില സംവിധാനങ്ങളൊക്കെ സാറിൻ്റെ മനസ്സിലുണ്ട്. അതാണല്ലോ സാർ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. എന്നാൽ ഇങ്ങനെയുള്ള അവസ്ഥയിലുള്ള ആൾക്കാരുണ്ട്, കുട്ടികളുണ്ട് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ഭയവുമില്ലാത്ത ആരെങ്കിലും സാറിന് ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടോ? പരീക്ഷയെപ്പറ്റി ഒരു പേടിയുമില്ലാത്ത ആൾക്കാരെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ സാറിൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികളെല്ലാം മനുഷ്യരാണെന്നുള്ളതിൻ്റെ ഒരു തെളിവാണല്ലേ? അതായത് എക്സാമിനേഷൻ ഉണ്ടാകുമ്പോൾ ഒരല്പം ഭയം ഉണ്ടാകുന്നത് വളരെ നോർമലാണ്. ഒരല്പം ടെൻഷൻ ഉണ്ടാകുന്നത് വളരെ നോർമലാണ്. ഒരല്പം ആങ്സൈറ്റി ഉണ്ടാകുന്നത് വളരെ നോർമലാണ്. ഈ പരീക്ഷ എഴുതിയാൽ ജയിക്കുമോ ഇല്ലയോ എന്ന് ചിന്തിക്കുന്നതും വളരെ നോർമലാണ്. അപ്പോൾ ഒരല്പം ആങ്സൈറ്റി ഇല്ല എങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പഠിക്കുമോ? ഒരല്പം ടെൻഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പഠിക്കുമോ? ഇല്ല. അപ്പോൾ ഈ ടെൻഷനും ആങ്സൈറ്റിയും ഒക്കെ ഒരു പരിധി വരെ നമുക്ക് നല്ലതാണ് അല്ലേ? അപ്പോൾ എല്ലാവരിലും അല്പം ടെൻഷനുണ്ട്. നമ്മൾ മനുഷ്യരാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങളെ ഫേസ് ചെയ്യാൻ പോകുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാകും, ഒരു ആങ്സൈറ്റി ഉണ്ടാകും. അത് വളരെ നോർമലാണ്. എന്നാൽ തകരാറ് എവിടെയാണ് ഉണ്ടാകുന്നതെന്നറിയാവോ? ഈ നോർമലായിട്ടുള്ള ടെൻഷനും നോർമലായിട്ടുള്ള ആങ്സൈറ്റിയും വളരാനായിട്ട് നമ്മൾ അനുവദിക്കുമ്പോൾ ആ ടെൻഷനും ആ ആങ്സൈറ്റിയും നമ്മളെ ഭരിക്കും. അപ്പോൾ പിന്നെ നമുക്ക് നോർമലായിട്ട് ഫങ്ഷൻ ചെയ്യാൻ ഒക്കത്തില്ല. അതുകൊണ്ട് അനുവദനീയമായ ലെവലിൽ നിന്ന് ഇത് വളരാതിരിക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മൾ വീണ്ടും ചിന്തിക്കാനായിട്ട് പോകുന്നത്. പോർഷൻസ് എല്ലാം പഠിച്ചില്ല, പരീക്ഷ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് അയ്യോ ഇത് പഠിച്ച് തീരുമോ എന്നറിയത്തില്ല എന്നൊരു ഭയം ഉണ്ടെന്നാണ് ഇദ്ദേഹം പറഞ്ഞത് അല്ലേ? അങ്ങനെ പരീക്ഷയുടെ അന്ന് വരെ പഠിച്ചാലും തീരത്തില്ല എന്നൊരു ബോധ്യം ഇദ്ദേഹത്തിന് വന്നാൽ ആ ടെൻഷൻ എങ്ങനെ മാറ്റിയെടുക്കാം? We have to like cover the subject random wise. Full cover ചെയ്യാൻ പറ്റില്ല, like because ലാസ്റ്റ് മൊമെന്റിൽ ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റില്ല. ആൻഡ് മോർ ഓവർ ഇങ്ങനത്തെ ഒരു ലാസ്റ്റ് മൊമെന്റ് ടെൻഷൻ വരുമ്പോൾ വി ഹാവ് ടു ഡീൽ വിത്ത് ദ സബ്ജക്ട് മൂവ്മെന്റ്ലി, ലൈക്ക് മൂവ്മെന്റ് ടു മൂവ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻ എ ബെറ്റർ മാനർ
സ്ട്രെസ് ഇല്ലാണ്ട് വിത്ത് പ്രസൻസ് ഓഫ് മൈൻഡ് ആൻഡ് വിത്ത് അവയർനെസ് വിൽ ബി ഏബിൾ ടു കവർ ദ എൻറ്റയർ പോർഷൻ. ഇപ്പോൾ നമ്മൾ ടെൻഷൻ എടുക്കുമ്പോൾ ആക്ച്വലി ചെയ്യാനുള്ള കാര്യം കൂടി ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് ദ സൊല്യൂഷൻ. Suppose you are not able to complete the entire portion. Okay. However you try. ഓക്കെ, അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ എന്തോ ചെയ്യാൻ ഒക്കും? അപ്പോൾ ലാസ്റ്റ് മൊമെന്റ് ഐ വിൽ നോട്ട് ഡു എനിത്തിങ് സർ, ജസ്റ്റ് ലീവ് എവറിത്തിങ് ആൻഡ് കിട്ടിയില്ല ലൈക്ക് ഐ വിൽ റൈറ്റ് ദ എക്സാം വിത്ത് ദ നോളജ് ഐ എം ഹാവിങ്. ദാറ്റ്സ് ഓൾ. ഉള്ളത് കൊണ്ട് ഞാൻ അങ്ങ് തൃപ്തിപ്പെടും എന്നുള്ളതല്ലേ? Yes. അപ്പോൾ പിന്നീട് ഇല്ലാത്തതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയില്ലെന്നാ പറഞ്ഞു. ഉള്ളത് കൊണ്ട് ഞാൻ എത്രയും പഠിച്ചിട്ടുണ്ടോ അത് മതി അങ്ങ് വയ്ക്കും അല്ലേ? No sir, I'll try to reproduce the best with the knowledge which I have already covered the portion. നേരത്തെ പഠിച്ചിട്ടുള്ളതിൽ നിന്ന് Yes. എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാവുന്നത് ഞാൻ ചെയ്യുമെന്നാണ്. Yeah. ഓക്കെ താങ്ക് യു. ചില ആളുകൾക്ക് എത്ര പഠിച്ചാലും തീരാത്തതുപോലെ പോർഷൻ കിടപ്പുണ്ട് എന്നൊരു ചിന്തയുണ്ടാകും. കാരണം ആദ്യ സമയത്തൊക്കെ ഉഴപ്പിയത് കൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത്. അങ്ങനെയുള്ളവർ അവരുടെ ടെൻഷൻ കുറയ്ക്കണമെങ്കിൽ പ്രധാനമായിട്ട് ഒരു കാര്യം ചെയ്യുന്നത് നല്ല. ഏതായാലും എത്ര ശ്രമിച്ചാലും എൻ്റെ പോർഷൻ കവർ ചെയ്യാൻ ഒക്കത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന ഭാഗങ്ങൾ എടുത്ത് അത്രയും ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നന്നായിട്ട് പഠിക്കുക. അതിനുള്ള ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ബാക്കിയുള്ളത് സമയം അനുവദിക്കുന്ന രീതിയിൽ ഓടിച്ചെങ്കിലും നമ്മളൊന്ന് വായിച്ചിരിക്കണം. ഒരു ചെറിയ അറിവെങ്കിലും അതിനെക്കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് സെലക്ട് ചെയ്ത് നമ്മൾ പഠിച്ചാൽ ഏതാണ്ട് ഒരു 50% ചോദ്യങ്ങൾ അത്രയും ഭാഗത്ത് നിന്ന് കിട്ടാം. എന്നാൽ ഒന്നും ഇതുവരെ പഠിച്ചു തീർത്തില്ലല്ലോ എന്നോർത്ത് ആദ്യം എടുക്കുന്നവർക്ക് ഒരു ഭാഗവും ശരിയായിട്ട് പഠിക്കാൻ ഒക്കത്തില്ല. അവർ എഴുതിയാൽ ജയിക്കത്തുമില്ല. അതുകൊണ്ട് കുറഞ്ഞ പക്ഷം കുറച്ച് ഈ സമയത്തിനുള്ളിൽ പഠിക്കാവുന്ന ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് പഠിക്കുവാനും ബാക്കിയുള്ളത് ഓടിച്ചു വായിപ്പാനും ശ്രമിച്ചാൽ കുറേ ഭാഗത്തെയെങ്കിലും ആൻസർ എനിക്ക് ചെയ്യാൻ സാധിക്കുമല്ലോ എന്നൊരു ആത്മവിശ്വാസം അവർക്കുണ്ടാകും. സാറേ, ഈ ഒരു മെത്തേഡ് പ്രായോഗികമാണോ? ഇത് നടക്കുന്നതാണോ? പ്രായോഗികമാണ്. ആഹാ. ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കാനുള്ളത്, പരീക്ഷയുടെ അന്ന് രാവിലെ ഒരു പുതിയ വിഷയങ്ങളും പഠിക്കാൻ പാടില്ല. ചെയ്യേണ്ടത് മുമ്പ് പഠിച്ചിട്ടുള്ള ഭാഗങ്ങൾ റിവൈസ് ചെയ്യുക മാത്രമാണ് ചെയ്യേണ്ടത്. കുട്ടികൾ കാണുന്ന ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെല്ലടിച്ചാൽ പോലും അവർ ആ സമയത്താണ് ഗംഭീരമായിട്ടുള്ള പഠിത്തം. അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ മുമ്പ് പഠിച്ചിരുന്ന ഭാഗങ്ങളും കൂടെ മറന്നു പോവുകയും ചെയ്യും. വളരെയധികം ടെൻസ്ഡ് ആയിട്ടായിരിക്കും കുട്ടികൾ ക്ലാസ്സിനകത്തേക്ക് കിടക്കുക. അത് വളരെ നല്ല ഒരു കാര്യമാണ് സാറ് പറഞ്ഞത്. അതായത് പരീക്ഷയുടെ ദിവസം നിങ്ങൾ പുതുതായിട്ടൊന്നും പഠിക്കാൻ ശ്രമിക്കാതെ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുവരുവാനൊരു ശ്രമമാണ് നടത്തേണ്ടതെന്നാണ് പറഞ്ഞു. മറ്റു ചില ആളുകൾ ഇവിടെ പറഞ്ഞു, ഞാൻ പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു, ഇനി അത് ഓർക്കുമോ എഴുതാൻ ഒക്കുമോ? ഞാൻ പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോൾ എല്ലാം അങ്ങ് മറന്നു പോവുകയാണ്, അത് ഓർക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളെ കുറിച്ച് ചില ആളുകൾ പറഞ്ഞു. പരീക്ഷാ സമയത്ത് എനിക്ക് ഓർക്കാൻ സാധിച്ചില്ലെങ്കിൽ എന്നാ സംഭവിക്കും? എന്ത് സംഭവിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇത് ഓർക്കാൻ സാധിക്കുന്നില്ല, എന്നാ സംഭവിക്കും? ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നന്നായി പഠിച്ചൊരു ക്വസ്റ്റ്യൻ കൂടി ഓർമ്മ വന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് അടുത്തിലേക്ക് നോക്കാൻ കഴിയില്ല. ഫുൾ ടെൻഷൻ. എനിക്കിത് എഴുതാനായിട്ട് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നില്ല. അങ്ങനെ എഴുതാൻ സാധിക്കാതെ വന്നാൽ എനിക്ക് എന്നോ പറ്റും? പരീക്ഷയിൽ സ്വാഭാവിക പിന്നോട്ട് തോറ്റുപോകും അല്ലേ? പരീക്ഷ തോറ്റാൽ എന്നാ സംഭവിക്കും? ബാക്കിയുള്ള ഒരു സമൂഹം നമ്മൾ എങ്ങനെ കാണും? കൂട്ടുകാരെ ഞാൻ തോറ്റാൽ എൻ്റെ സമൂഹം എന്നെ എങ്ങനെ കാണും? എങ്ങനെ ആയിരിക്കും അവർ കാണാൻ പോകുന്നത്? ഒരു സ്വാഭാവികം ചിന്തിക്കും, ഈ കുട്ടി പഠിക്കാത്തതുകൊണ്ടാണ് കിട്ടായിരുന്നത്, അല്ലെങ്കിൽ അധ്വാനം ചെയ്തിട്ടില്ല എന്ന്. അവൻ അധ്വാനം ചെയ്യാത്തവനാ? മറ്റു വലുതും നമ്മളെ കുറിച്ച് ചിന്തിക്കുവോ? ഓരോരുത്തരെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. നമ്മള് പഠിക്കാതെ ഉഴപ്പിടുന്നു അല്ലെങ്കിൽ വേറെ ഇവൻ ഒരു ഉഴപ്പനാ അല്ലേ? എല്ലാവരുടെയും മുൻപിൽ ഞാൻ ഒരു ഉഴപ്പനാകും, ഞാനൊരു മണ്ടനാകും അല്ലേ? അപ്പോൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഓർക്കുമോ എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഈ അവസാനത്തെ ചിന്തയും നമ്മുടെ മനസ്സിൽ വരും. ഓർക്കാതിരുന്നാൽ എഴുതാൻ ഒക്കത്തില്ല, എഴുതാതിരുന്നാൽ തോറ്റു കഴിഞ്ഞാൽ എല്ലാവരുടെയും മുൻപിൽ ഞാൻ മണ്ടനാകും, എല്ലാവരുടെയും മുൻപിൽ ഞാൻ ഉഴപ്പനായിട്ട് മാറും. ഇതങ്ങോട്ട് ഓർക്കുമ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിൽ എന്തുണ്ടാകും? ആൻസൈറ്റി ഉണ്ടാകും, ടെൻഷൻ, ആൻസൈറ്റി ഉണ്ടാകും. ആൻസൈറ്റി ഇങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്നാ സംഭവിക്കുന്നതെന്ന് അറിയാവോ? അത് സ്ട്രെസ് ആകും. സ്ട്രെസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യമേ ബാധിക്കുന്ന നമ്മുടെ തലച്ചോറിനെയാണ്. ഈ തലച്ചോറിനെ ബാധിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്നാ സംഭവിക്കും? ഉള്ളതുകൂടെ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. താങ്ക് യു. അതായത് സ്ട്രെസ് ഉണ്ടായാൽ അത് നമ്മുടെ ബ്രെയിനെ, തലച്ചോറിനെ ബാധിക്കും.
തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ച കാര്യം പോലും നിങ്ങൾക്ക് ഓർക്കാൻ ഒക്കത്തില്ല. പല കുട്ടികളും പഠിക്കാത്തത് കൊണ്ടല്ല പരീക്ഷ നന്നായിട്ട് എഴുതാത്തത്. പിന്നെ എന്താ? പഠിച്ചത് ഓർക്കുമോ എന്നുള്ള ചിന്തയിൽ അവർ ആങ്സൈറ്റി ഡെവലപ്പ് ചെയ്യും. അത് സ്ട്രെസ് ആകും. സ്ട്രെസ്സായി കഴിഞ്ഞാൽ അവരുടെ ബുദ്ധി അത് തലച്ചോറിനെ ബാധിക്കും. തലച്ചോറിനെ ബാധിച്ചു കഴിയുമ്പോൾ അതിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടും. വേണ്ട രീതിയിൽ ഇത് ഓർത്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഉള്ള കഴിവും പോകും, പഠിച്ചതും നമുക്ക് നഷ്ടമാകും, വേണ്ട രീതിയിൽ നമുക്ക് എഴുതാനായിട്ട് ഒക്കുകയുമില്ല. അതുകൊണ്ട് പരീക്ഷ എടുക്കുമ്പോൾ ഈ ടെൻഷൻ നമ്മൾ വളർത്തുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചത് പ്രയോജനപ്പെടുത്താൻ ഒക്കത്തില്ല, പരീക്ഷ നന്നായിട്ട് എഴുതാൻ ഒക്കത്തില്ല. ഇപ്പം സിസ്റ്റർ തന്നെ പറഞ്ഞു, പകുതിയൊക്കെ ഞാൻ നന്നായിട്ട് ചെയ്യും, ബാക്കി സംഗതി പാളിപ്പോകും, ഒന്ന് ശരിയായിട്ട് എനിക്ക് എഴുതാനായിട്ട് ഒക്കത്തില്ല. ഈ ചിന്തയോടുകൂടെ പരീക്ഷാ ഹാളിൽ പോയിരുന്ന എന്നാ സംഭവിക്കും? പകുതി എഴുതി കഴിയുമ്പോഴത്തേക്ക് തന്നെ സിസ്റ്റർ പറയും, എൻ്റെ കപ്പാസിറ്റി തീർന്നു, അവിടെ കൊണ്ട് അപ്പം നമ്മുടെ മനസ്സ് അവിടെ നമ്മളെ നിർത്തും. ബാക്കിയുള്ളത് നീ എത്ര എഴുതിയാലും ശരിയാകില്ല, തെറ്റിപ്പോകും. അപ്പം നമ്മുടെ മനസ്സ് തന്നെ അവിടെ നമ്മളോട് പറയുകയാണ്, ഇനിയുള്ളത് ശരിയാകാനായിട്ട് പോകുന്നില്ല. അപ്പോൾ പിന്നെ ഒരു വലിയ ടെൻഷൻ അവിടെ ഉണ്ടാകും. അതുകൊണ്ട് സിസ്റ്റർ എന്നെ ചെയ്യാൻ സാധിക്കും? സിസ്റ്ററെ, ഈ പകുതിയൊക്കെ ഏതായാലും ഞാൻ നന്നായിട്ട് എഴുതും. പകുതി നന്നായിട്ട് എഴുതാൻ ഒക്കുന്ന ഒരു സിസ്റ്ററിന് മുഴുവനും എഴുതാനുള്ള കഴിവുണ്ടോ സിസ്റ്റർ എന്ന് പറഞ്ഞേ? തീർച്ചയായിട്ടും. എങ്ങനെയാണ് പക്ഷെ അത് ചെയ്യേണ്ടത്? ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് എങ്കിൽ എനിക്കത് ഒരു പഠിക്കുമ്പോൾ തന്നെ ഒരുപാട് ടെൻഷനാണ് അതിനെക്കുറിച്ച്. എനിക്കിത് പഠിക്കാൻ പറ്റൂ, എനിക്ക് നന്നായിട്ട് ഞാൻ ഈ എഴുതി കഴിഞ്ഞാൽ എൻ്റെ ഈ ആൻസർ നോക്കുന്ന അധ്യാപകനത് എങ്ങനെയായിരിക്കും, അങ്ങനെ ഒത്തിരി ചിന്തകളാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഈ ചിന്തയെ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് എനിക്ക് മനസ്സിൽ സാധിക്കുന്നില്ല. എനിക്കറിയാം ഇത് ചിന്തകളാണ് പ്രശ്നമെന്ന് അറിയാമെങ്കിലും പുസ്തകം തുറക്കുമ്പോൾ എനിക്ക് പറ്റാത്തൊരു സബ്ജക്റ്റ്, ഇത് എങ്ങനെയാണ് വേണ്ട വിധത്തിൽ പഠിക്കേണ്ടത് എന്നൊന്നും അറിയാൻ പറ്റുന്നില്ല. ഇപ്പം ടൈം ടേബിൾ ഇട്ട് പഠിച്ചാലും ആ ഒരു ടൈം കീപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇത്ര ഉള്ളിൽ ഒരു വലിയൊരു എസ്സേ എന്നെ കൊണ്ട് കവർ ചെയ്യാൻ പറ്റില്ല ഈ സബ്ജക്റ്റിന്റെ. അങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ ഒത്തിരിയേറെ ടെൻഷനാണ്. ആ ടെൻഷനോടുകൂടി പഠിക്കാൻ എൻ്റെ ചിന്തകളാണ് എനിക്ക് ടെൻഷൻ തരുന്നത്. അങ്ങനെയാണെങ്കിൽ ചിന്തകളിൽ ഒരു മാറ്റം ഉണ്ടാക്കിയാൽ ടെൻഷൻ മാറത്തില്ലേ? തീർച്ചയായിട്ടും. അത് എന്ത് മാറ്റം വരുത്താനായിട്ട് സാധിക്കും സിസ്റ്റർ ഒന്ന് പറയാവോ? എനിക്ക് ഇനിയുള്ള എൻ്റെ എക്സാം എനിക്ക് നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. എനിക്ക് ഒന്നുകൂടെ ഞാൻ അതിനൂടെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ, പഠിക്കാനിരിക്കുമ്പോൾ നല്ലൊരു പ്രാർത്ഥനയിലൂടെ എനിക്കത് അതിനൊന്ന് കവർ ചെയ്യാൻ പറ്റിയാൽ എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ കുറേ ടെൻഷൻ മാറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് എക്സാം എഴുതാൻ പറ്റും എന്ന ചിന്ത, എന്നൊരു ചിന്ത വളർത്തണമെന്നാ പറഞ്ഞത്. നടക്കുവോ സിസ്റ്ററെ? ബുദ്ധിമുട്ടാ അല്ലേ? എന്നെ സംബന്ധിച്ച് കുറേയൊക്കെ എനിക്കത് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ ചില ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റുകളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണോ ഒരു ടെൻഷൻ ഉള്ളിൽ ഇങ്ങനെ വന്ന്. ഓക്കെ, താങ്ക് യു. അപ്പൊ സിസ്റ്റർ രണ്ട് കാര്യം പറഞ്ഞു. ഒന്ന്, എനിക്ക് ഇത് എഴുതാനായിട്ട് പറ്റുമോ, എനിക്കിത് പഠിക്കാൻ ഒക്കുമോ, എനിക്കിത് മനസ്സിലാകുമോ, എനിക്ക് എന്നെക്കുറിച്ചുള്ളൊരു ചിന്ത, എന്നെക്കൊണ്ട് ഇത് ഒക്കുമോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം എന്നാ? എനിക്ക് എന്നെക്കുറിച്ച് തന്നെ സംശയമാണെന്നാണ് പറഞ്ഞത് അല്ലേ? എന്നെക്കുറിച്ച് തന്നെ സംശയമാണെങ്കിൽ പിന്നീട് ഞാൻ എത്ര പഠിച്ചാലും എനിക്ക് ഗ്രഹിക്കാൻ ഒക്കുവോ, എഴുതാൻ ഒക്കുവോ? ഇല്ല. എനിക്ക് എന്നെക്കുറിച്ചുള്ള സംശയമാണെങ്കിൽ, നിങ്ങൾ സെൽഫ് എസ്റ്റീം എന്നുള്ളൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ എന്നാ? സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ സ്വാഭിമാനം. എന്നെ കൊണ്ട് എന്തൊക്കെ സാധിക്കും, അല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ട് എന്ന് എനിക്ക് തന്നെയുള്ള ഒരു ധാരണ. അതായത് എനിക്ക് എന്നെക്കുറിച്ച് തന്നെയുള്ളൊരു വില എന്നാ പറഞ്ഞല്ലേ? എനിക്ക് എന്നെക്കുറിച്ച് ഒരു വിലയില്ലെങ്കിൽ, എന്നെക്കുറിച്ചൊരു അഭിമാനമില്ലെങ്കിൽ, എന്നെക്കുറിച്ചൊരു ഉറപ്പില്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ നോക്കുവോ? സാധിക്കില്ല അല്ലേ? അപ്പൊ നിങ്ങളുടെ സെൽഫ് എസ്റ്റീം, അതായത് സ്വയ അഭിമാനവും പഠനവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. അതെന്ത് ബന്ധമാ? സെൽഫ് എസ്റ്റീം നന്നായിട്ടുള്ള ഒരാൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താൻ സാധിക്കും. അതായത് എന്നെ കൊണ്ട് ഇത് പഠിച്ച് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ള ഉറച്ച വിശ്വാസമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സാധിക്കും. അദ്ദേഹം പറഞ്ഞ വളരെ ശരിയായിട്ടുള്ളൊരു സംഗതിയാണ്. താങ്ക് യു. അതായത് ഇത് എന്നെ കൊണ്ട് സാധിക്കും എന്നുള്ള ഒരു ഉൾക്കാഴ്ച, അതിന് ഞാൻ കഴിവുള്ളവളാണ്, എനിക്ക് ആവശ്യത്തിന് ബുദ്ധിയുണ്ട്, എനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള കഴിവുകൾ ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇവിടെ ഈ രംഗത്ത് നന്നായിട്ട്
പ്രവർത്തിപ്പാനും പഠിക്കുവാനും എഴുതുവാനുമുള്ള കഴിവ് എന്നിലുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം നമുക്കുണ്ടാകണം. നമ്മളെക്കുറിച്ച് തന്നെ ഒരു അഭിമാനം ഉണ്ടാകണം. ഐ ആം ഗുഡ് എന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ടാകണം. ഞാൻ എത്ര പഠിച്ചാലും എനിക്ക് തോന്നുന്നില്ല ശരിയാകുമെന്ന് എന്നൊരു ചിന്തയിൽ ആര് പഠിച്ചാലും ശരിയാകാൻ പോകുന്നില്ല. ഞാൻ എത്ര എഴുതിയാലും ജയിക്കാൻ പോകുന്നില്ല എന്നൊരു ചിന്തയിൽ ആരെഴുതിയാലും ജയിക്കാൻ പോകുന്നില്ല. ഞാൻ ഇത്രയും നാളൊക്കെ പഠിച്ചു നോക്കിയിട്ട് ഒന്നും ശരിയായിട്ടില്ല, ആ ചിന്തയിൽ ഇനി എഴുതിയാലും ശരിയാകാൻ പോകുന്നില്ല. സിസ്റ്റർ പറഞ്ഞു, ഇത്രയും നാൾ ഞാൻ പരീക്ഷ എഴുതിയിട്ടും പകുതി വന്നപ്പോൾ സംഗതി അങ്ങ് പോയി. ആ ചിന്തയിൽ എഴുതിയാൽ ഇനിയും പോകും. അപ്പോൾ നമ്മൾ മനസ്സിലുണ്ടാകേണ്ടതാണ് ഒരു ചിന്ത. ഒന്നാമത്, ഇത് എന്നെ കൊണ്ട് പറ്റും, ഇതിനുള്ള കഴിവ് എനിക്കുണ്ട്, ഐ ആം ഗുഡ്. ആ ഒരു സെൽഫ് എസ്റ്റീം, ആവശ്യത്തിന് ബുദ്ധി എനിക്കുണ്ട്, ആവശ്യത്തിനുള്ള കഴിവ് എനിക്കുണ്ട്. ഈ ഒരു സെൽഫ് എസ്റ്റീം നമ്മൾ വളർത്തുകയാണെന്ന് വരികിൽ അത് നിങ്ങളുടെ പഠനത്തെ ഒരുപാട് സഹായിക്കും. എന്നെക്കൊണ്ട് ഇത് പറ്റുകയില്ല എന്നൊരു ചിന്ത ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ വരുവാനായിട്ട് ഇടയാകരുത്. ഇതെന്നെക്കൊണ്ട് സാധിക്കും, എന്നെക്കൊണ്ട് കഴിയും എന്നുള്ളൊരു ഉറപ്പ് നിങ്ങൾക്കുണ്ടാകണം. അത് യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ ചിന്തിക്കേണ്ടത്. എനിക്ക് കഴിവുണ്ടായിട്ടല്ലേ ഇത്രയും ക്ലാസ് വരെ ഞാൻ പഠിച്ചു വന്നത്, എനിക്ക് കഴിവുണ്ടായിട്ടല്ലേ പല ക്ലാസ്സുകളിലും ഞാൻ ജയിച്ചത്, എനിക്ക് കഴിവുണ്ടായിട്ടല്ലേ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് കിട്ടിയത്. അപ്പോൾ യാഥാർത്ഥ്യവുമായിട്ട് ബന്ധപ്പെട്ട് വേണം നമ്മൾ നമ്മളെ തന്നെ കാണുവാൻ. അങ്ങനെ നമ്മളെ തന്നെ കണ്ടു കഴിയുമ്പോഴാണ് നമ്മുടെ എസ്റ്റീം വർദ്ധിക്കും. എസ്റ്റീം വർദ്ധിക്കുമ്പോൾ പഠനത്തിലുള്ള നമ്മുടെ താല്പര്യം വർദ്ധിക്കും. മാത്രമല്ല, പഠിക്കുന്നത് നമുക്ക് ഗ്രഹിപ്പാനായിട്ട് സാധിക്കും. അപ്പോൾ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അനുഭവിക്കുന്ന ചില പേടി, ഭയം, ഇതിനെക്കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയും പല കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാനായിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുവാനായിട്ട് ഈ ചിന്തകളൊക്കെ നമ്മെ ഒരുപാട് സഹായിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ തുടർന്നും നമുക്ക് ചിന്തിക്കണം, ചർച്ച ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? യെസ്. അങ്ങനെയാണെന്ന് വരികിൽ അടുത്ത എപ്പിസോഡിലും നമ്മൾ ഇതിൻ്റെ തുടർച്ചയെന്ന വണ്ണം ബാക്കി ഭാഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതാത്രേ. ബി പോസിറ്റീവിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഇതിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി തീർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കേണ്ടുന്ന വിലാസം: ദ പ്രൊഡ്യൂസർ, ബി പോസിറ്റീവ്, ഷാലോം TV, പെരുവണ്ണാമൂഴി, കോഴിക്കോട്. ഇനി വീണ്ടും കണ്ടുമുട്ടുന്നത് വരെയും എല്ലാവർക്കും എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ബി പോസിറ്റീവ്.